ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്നിടാൻ പോകുന്നത്. അതിൻ്റെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ക്രോസ് പീസ് വെട്ടി ഈ രീതി മടക്കി. ഇത് രണ്ടായിട്ട് വേണ്ട ക്രോസ് പീസാണിത്. ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഒരേ രീതിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരേ വീതി ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇങ്ങനെ അടിക്കുമ്പോൾ പെട്ടെന്ന് തയ്ച്ചെടുക്കാം. തുടക്കക്കാർക്ക് ഇത് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. ഉണ്ടോ? ആ പീസ് ഞാൻ കഴുത്തിന് വെച്ച് കഴുത്തടിക്കുവാണ്. ഉണ്ടോ? ഈ രീതി വെച്ച് 4 ഇഞ്ച് തയ്യൽത്തുമ്പ് കണക്കാക്കി നമുക്ക് അടിച്ചെടുക്കാം. ഉണ്ടോ? ഞാൻ അടിച്ചെടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ അടിച്ചു മറിക്കാനുള്ള പീസ് ഞാൻ വെച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്കിത് ഇവിടെ കുഞ്ഞു ഒരു കട്ട് കൊടുക്കാവേ. ചെറുതായിട്ട് ഒരു കട്ട് കൊടുക്കാം. ഒരു പ്രസ്സിങ് കൊടുക്കാം. ഇവിടെ എൻ്റെ മുടി ഇങ്ങനെ ഇച്ച് കണ്ടോ? മുകളിൽ കൂടെ ഒരു പ്രസ്സിങ് കൂടെ കൊടുക്കാം. അടിച്ചു മുറിക്കാനുള്ള പീസ് വെച്ചടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്ന ഈ പീസ് ഇച്ചിരിച്ചൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കണം. കണ്ടോ? പുറത്തോട്ട് നമ്മൾ ഉള്ളിലോട്ട് മടക്കി അടിക്കുന്ന തുണിയിൽ നിന്നും പുറത്തോട്ട് നമ്മൾ മടക്കി ഇങ്ങനെ അടിക്കുമ്പോൾ പുറത്തോട്ട് തള്ളി വരാതെ നോക്കണം. കണ്ടോ? ഇങ്ങനെ പുറത്തോട്ട് തുണി കണ്ടരുത്. അങ്ങനെ തള്ളി നിൽക്കുമെന്ന് ഉറപ്പായിട്ടുള്ള തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കണം കേട്ടോ. ഉണ്ടോ? ഇതൊക്കെ ഇച്ചിരി ചിലപ്പോൾ പുറത്തോട്ട് തള്ളി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുക. ഉണ്ടോ? നമ്മളിങ്ങനെ മടക്കി എടുക്കുമ്പോൾ കണ്ടോ ഈ പുറത്തോട്ട് നിൽക്കുന്നില്ല. ഇങ്ങനെ വരുന്ന തുണിയൊക്കെ ഇച്ചിരി കട്ട് ചെയ്യുക, ലെവൽ കൊടുക്കുക. പക്ഷെ നമുക്കതൊന്ന് മടക്കി അടിക്കാം. കണ്ടോ? ഉള്ളിലോട്ട് ആ പീസ് വെച്ച് മടക്കി അടിക്കാം. അറ്റത്തൂടെ കഴുത്തി കൊടുക്കാം. ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇത് രണ്ടും കൂടെ കറക്റ്റ് ചെയ്ത് ലെവലൊക്കെ ഒന്നും കൂടെ നമ്മൾ വെട്ടിയതാണെങ്കിലും തയ്ച്ച് കഴിയുമ്പം ലെവലൊക്കെ കറക്റ്റാണോ എന്നൊന്നും കൂടെ നോക്കണം. നോക്കിയിട്ട് തുമ്പ് ഒക്കെ ഉള്ളത് നൂലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരണം. ഓരോ ഭാഗം തയ്ക്കുമ്പോഴും അങ്ങനെ ഒരു ഫിനിഷിങ് നമ്മൾ തുണി കൊടുത്തുകൊണ്ടിരിക്കുക. തുണിയൊക്കെ മിച്ചം വരുവാണെങ്കിൽ കൂടുതൽ കിടക്കുകയാണെങ്കിൽ അതൊക്കെ അതിൻ്റെ അതൊക്കെ തുമ്പ് കട്ടിക്കുക, നൂല് കട്ട് ചെയ്ത് കളയുക. ബാക്ക് പീസ് നമുക്ക് അതുപോലെ അടിച്ചെടുക്കാം. ദേ ഇനി ബാക്ക് പീസാണ്. ഫ്രണ്ട് പീസിൻ്റെ പണി തീർന്നു. ഇനി ബാക്ക് പീസ് അടിച്ചെടുക്കാം. ബാക്ക് പീസും ഇതുപോലെ പീസ് വെച്ച് ഉണ്ടോ നമുക്ക് അടിച്ചെടുക്കാം.
ഇച്ചിരി കയറാനുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് എന്തായാലും ഷേപ്പ് ഇത് ഉള്ളിലോട്ട് മടക്കാനായിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബാക്ക് പീസിൻ്റെ പീസ് നമുക്ക് ഇതുണ്ട് ടക്കിട്ടെടുക്കണേ. ഇത് ബാക്ക് പീസിൽ പാടുകൾ ചെയ്തിട്ടുണ്ട് ടക്കിടാനായിട്ട്. ഇതുണ്ടോ 4 ഇഞ്ച് അകലം കണ്ടോ, 4 ഇഞ്ച് അകലവും പിന്നെ അതായത് 8 ഇഞ്ച് വരും. ഒരു വശം 4 ഇഞ്ച്, ഇത് മൊത്തം 8 ഇഞ്ച് അകലം കണ്ടോ. 8 ഇഞ്ച് അകലവും 8.5 ഇഞ്ച് നീളം കണ്ടോ. 8.5 ഇഞ്ച് നീളത്തിൽ ഞാൻ തുണിയുടെ നല്ല വശത്ത്, തുണി തെന്നിപ്പോകുന്ന തുണിയൊക്കെയാണ് നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ചിട്ടെടുക്കുക. നല്ല വശത്ത് തുണിയുടെ മെയിൻ പീസിൻ്റെ പുറക് നല്ല വശത്ത് തന്നെ ഒരേ സ്റ്റിച്ച് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. 8.5 ഇഞ്ച് നീളത്തിൽ 8.5 ഇഞ്ച് നീളം, 8 ഇഞ്ച് വൈഡ് അകലം കേട്ടോ. എന്നിട്ട് നമുക്കിത് കൊണ്ട് ടക്കിടാം. ദേ ഉണ്ടോ, ഈ സ്റ്റിച്ചേ കൂടെ പെട്ടെന്ന് നമുക്ക് ടക്കിട്ടെടുക്കാം. എന്താ ഇങ്ങനെയാണ്. അതായത് ഈ നടുഭാഗം കൊണ്ട് 1/2 ഇഞ്ച് കയറ്റി എടുക്കുക കണ്ടോ. കണ്ടോ ഈ രീതി. ഇത് വിശദമായ വീഡിയോ ഞാൻ ചെയ്തിരുന്നു കണ്ടോ. ഇങ്ങനെയാണ് ടക്കിട്ടെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതാകുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടുന്നത്. ഇവിടെ കണ്ടോ, തുണിയൊന്നും മൂടിക്കിടക്കത്തൊന്നുമില്ല, നല്ല ഫിനിഷിങ് കിട്ടും. ഇങ്ങനെ നമ്മൾ തുണിയുടെ നല്ല വശത്തൊരു സ്റ്റിച്ചിട്ട് കൊടുത്താൽ കണ്ടോ. ആ സ്റ്റിച്ചെ കൂടെ നമുക്ക് പെട്ടെന്ന് ടക്കിട്ടെടുക്കാം. മേലേന്ന് ചെറുതായിട്ട് വന്നിട്ട് നടുക്ക് വന്നിട്ട് 1/2 ഇഞ്ച് വെച്ച് സ്റ്റിച്ച് കൂടി താഴോട്ട് നേരത്തെ അടുപ്പിച്ച് വരിക. അതായത് ഈ രീതി കണ്ടോ. ഇവിടെ ഒരു 1/2 ഇഞ്ച് കയറ്റി എടുക്കുക ഉണ്ടോ. പിന്നെ താഴോട്ട് നേർമയായിട്ട് എടുക്കുക, മുകളിൽ നിന്ന് നേർമയായിട്ട് ഉണ്ടോ. ബാക്ക് പീസ് ടക്കിട്ടിട്ട് ഇത് ചുളുക്കമൊന്നും ഇല്ലല്ലോ കണ്ടോ. ഒരു ചുളുക്കമൊന്നും ഇല്ലാതെ നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം. ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. നെക്കിൻ്റെ ഫിനിഷിങ് പല രീതിയിൽ നമുക്ക് ചെയ്യാവേ. അതുപോലെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതും പല രീതിയിലുണ്ട്. നമുക്ക് ഇങ്ങനെ ഈ പീസ് വെച്ചടിച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ക്രോസ് പീസ് ആകുമ്പോൾ നമ്മളിത് ഇങ്ങനെ വയ്ക്കുക കണ്ടോ. ഷോൾഡർ രണ്ടും കൂടെ ഒരുപോലെ വെച്ചിട്ട് നമ്മളിത് അകത്തോട്ട് മറിക്കായിട്ട് ബാക്ക് പീസ് വെച്ച ആ ക്രോസ് പീസ് ഇങ്ങനെ ഇതിലോട്ട് ഈ രീതി വെക്കുക കണ്ടോ. കണ്ടോ ഈ രീതി വെച്ചുകൊണ്ട് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാവേ. ഉണ്ടോ, മനസ്സിലായോ? അതായത് ഇത് കണ്ട നമ്മൾ ഉള്ളിലോട്ട് ഇത് ഇങ്ങനെ മടക്കി അടിക്കാനായിട്ട് പിന്നെ തയ്ച്ച് പിടിപ്പിച്ച പീസില്ലേ, ക്രോസ് പീസ് ഇങ്ങനെ മടക്കി അടിക്കേണ്ടേ. ഇത് ഞാൻ മടക്കി അടിച്ചിട്ടില്ല, വെച്ച് പിടിപ്പിച്ചതേ ഉള്ളൂ. അതായത് ഈ പീസിലോട്ട് കണ്ട ഫ്രണ്ട് പീസിലോട്ട് അകത്തോട്ടാക്കിയത് ഇങ്ങനെ എടുക്കുക കണ്ട. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മളിത് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു തുമ്പൊരു കട്ട് കൊടുക്കുക കണ്ടോ. തുമ്പിന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ അകത്തോട്ട് കണ്ടോ അകത്തോട്ട് എടുക്കുക കണ്ടോ. എടുത്തിട്ട് നമുക്ക് ഷോൾഡർ റൗണ്ട് ചെയ്തെടുക്കാമേ. കഴുത്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് കണ്ടോ.
ലൈനിങ് വെച്ച് ഈ തയ്യൽ തുമ്പ് മൂടി വയറും പൊളിച്ച് ഞാൻ തയ്ച്ച് കാണിച്ചിട്ടുണ്ട്. ലൈനിങ് പീസ് വെച്ച് ഒളിച്ച് തുമ്പ് പൊളിച്ച് തയ്ക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് വേറൊരു രീതിയാണ്. അപ്പോൾ ഓരോ രീതിയും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. കഴുത്ത് എങ്ങനെ ഫിനിഷ് ചെയ്യാമെന്ന് പല രീതിയിൽ നമുക്ക് കഴുത്ത് ഫിനിഷ് ചെയ്യാം. ഉണ്ടോ? കഴുത്തിന് ലെങ്തും വൈഡും എല്ലാം കൂടിയ കഴുത്താണ്. അപ്പം നമുക്കതൊരു ബാക്കിലൊരു കെട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ ഇത് ലെവലിനൊക്കെ കഴുത്തിരിക്കത്തുള്ളൂ. ഉണ്ടോ? അപ്പോൾ കഴുത്തിൻ്റെ കാര്യം ഓക്കെ ആയി. കണ്ടല്ലോ, കഴുത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. കണ്ടോ? കണ്ടോ കഴുത്തിൻ്റെ ഫിനിഷിങ് നോക്കിയേ. നല്ല വൈഡാണ് കഴുത്ത്, നല്ല വൈഡായി. ഇത്രയും വൈഡ് വേണമെന്ന് പറഞ്ഞ് വൈഡും ബാക്കി നല്ലപോലെ ഒരു 8 ഇഞ്ച് കൂടുതലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വൃത്തികേടാണ്, 8 ഇഞ്ച് മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. കേട്ടോ, ഇനി നമുക്ക് കൈ സ്ലീവ്ലെസ് അല്ലേ, ആ സ്ലീവ്ലെസ് ആകുമ്പോൾ അതെങ്ങനെ ഫിനിഷ് ചെയ്യുന്നത് അത് ഇതുപോലൊക്കെ തന്നെയാണ്. കണ്ടോ, ഇതുപോലൊരു ക്രോസ് പീസ് വെച്ച് ഇതുപോലെ അകത്തോടെ അടിച്ച് മറിച്ചാൽ മതി. കണ്ടോ? കണ്ടോ? പെട്ടെന്ന് നമുക്ക് തീർക്കാം. ഇത് കണ്ടോ, നമ്മൾ കഴുത്തിന് ചെയ്തതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ച് ഇവിടെ അടിക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ഈ പിന്നെ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പ് ബാക്കിലോട്ട് തന്നെ വരണം. അല്ലാതെ ഇതിപ്പം കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ബാക്കിലോട്ടിരിക്കും, ഫ്രണ്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കരുത്. കണ്ടോ? ഇങ്ങനെ ഇരിക്കരുത്. കണ്ടോ? ഇതൊക്കെ ശ്രദ്ധിച്ചോണം. ഇപ്പം നമ്മൾ ഇങ്ങോട്ടാണ് ഇത് ഈ തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം, ഇങ്ങോട്ട് പോകരുത്. അതൊക്കെ ഇതിൻ്റെ ഫാൾട്ടാണ്, അതൊക്കെ ശ്രദ്ധിക്കണം. കേട്ടോ, ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പം ഇതിന് ചെറിയ ചെറിയ കട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്രസ്സിങ് കൊടുക്കുക. ഇവനെ അകത്തോട്ട് മടക്കി അടിച്ചെടുക്കുക. കണ്ടോ? ഇതിനെ പെട്ടെന്ന് അടിച്ചെടുക്കുക. കണ്ടോ? 2 സ്ലീവും ഞാനത് സ്ലീവല്ല, കൈക്കുഴിയുടെ ഭാഗം, ആംഹോളിൻ്റെ ഭാഗം ഞാൻ ക്രോസ് പീസ് വെച്ച് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഷോൾഡർ ഇത്രയേ ആവുള്ളൂ. കണ്ടോ? ഈ വീതിയിലേ വരാവുള്ളൂ. കഴുത്ത് അത്രയും വൈഡാകും, ലെങ്തും കൂടുതലാണ്. കണ്ടോ? അപ്പോൾ വീതി കുറച്ച് വേണ്ടെടുക്കാം. നമുക്കിനി ജോയിൻറ്റ് ചെയ്യാം. ഇത് അളവെല്ലാം നമ്മൾ കൃത്യമായിട്ട് എല്ലാം ചെയ്തിട്ടേക്കുന്ന കാരണം നമുക്കതനുസരിച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ രണ്ടും കറക്റ്റിന് പിടിക്കുക. കണ്ടോ? സ്റ്റിച്ച് ഉണ്ടോ? നമ്മൾ ആ ഷോൾഡർ ജോയിൻറ്റ് കറക്റ്റിന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആംഹോൾ ലെവലിൽ പിടിച്ച് ഉണ്ടോ? നമ്മൾ ആ ചെസ്റ്റിൻ്റെ ഭാഗത്ത് തന്നെ സ്റ്റിച്ച് കൊടുക്കണം. ചെസ്റ്റിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് താഴോട്ട് ഷേപ്പിലേക്ക് വരാമേ. ഷേപ്പിലോട്ട്
ഉണ്ടോ? ചെസ്റ്റ് വണ്ണത്തിലൂടെ ഷേപ്പിൽ വന്നു. ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തോട്ട് പോവാണ്. ഇതുണ്ടോ? ഷേപ്പ് കൂടെ വന്നു. ഉണ്ടോ? വളച്ച് ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് വളച്ച് കണ്ടോ? ഈ വളവൊക്കെ കറക്റ്റായിട്ടിരിക്കണം. ഉണ്ടോ? വളച്ച് നമ്മൾ ആ സ്ലിറ്റിൻ്റെ അതായത് ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ വന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ടൊരു കെട്ട് പോലെ കൊടുക്കാനായിട്ട് കണ്ടോ? അപ്പോൾ അടുത്ത ഭാഗത്തും കൂടി ഞാൻ തയ്ക്കട്ടെ. ഉണ്ടോ? രണ്ട് ഭാഗത്തും ഞാൻ കറക്റ്റ് അളവിൽ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് ബോഡി മെഷർമെൻറ്റിൻ്റെ കറക്റ്റ് ഭാഗം കൊണ്ട് ഷേപ്പ് എല്ലാം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ ഭാഗത്ത് കണ്ടോ കുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? സ്ലിറ്റ് കറക്റ്റ് ചുളുക്കല കിട്ടാൻ വേണ്ടി. അപ്പോൾ സ്ലിറ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ലൈനിങ് പാർട്ടും മെയിൻ പാർട്ടും കൂടെ ഒന്നത് ഈ രീതി ജോയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. രണ്ട് പീസും കൂടെ ഒന്നിച്ച്. അപ്പോൾ നമുക്ക് സ്ലിറ്റ് അടിക്കാം. ആദ്യം തുടങ്ങേണ്ടത് അറ്റത്ത് നോക്കി തുടങ്ങാം. കണ്ടോ? അറ്റത്ത് തുടങ്ങി ഇനി അറ്റം വരെ ലൈനിങ് ഇല്ല. അപ്പോൾ നമുക്ക് താഴ്വശമൊക്കെ ലെവൽ ചെയ്ത് വരുമ്പോൾ മിക്കവാറും ഇതിന് ഇച്ചിരി കൂടെ കുറയും കേട്ടോ. അപ്പോൾ ഇത്രയും ലൈനിങ്ങേ ഉള്ളൂ. ലൈനിങ് ഞാൻ ജോയിൻറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ നൈസായിട്ടുള്ള തുണിക്ക് ലൈനിങ് ഒരു ഇഞ്ച് മേളിൽ നിൽക്കണം. 1 ഇഞ്ച് മേളിലായിട്ടെങ്കിലും ലൈനിങ് വേണം. അത്രയും ഇല്ലെടുക്കാൻ. നമുക്കിത് മടക്കി അടിക്കാം. സ്ലിറ്റ് അടിക്കുന്നത് കണ്ടോ? ആദ്യം ലൈനിങ്ങും മെയിൻ തുണിയും കൂടെ നമുക്ക് അടിച്ചെടുത്തതിന് ശേഷമേ സ്ലിറ്റ് അടിക്കാവുള്ളൂ. അപ്പോൾ ലൈനിങ് ഫിനിഷിങ് ഉണ്ട്. ഇങ്ങനത്തെ തുണിയൊക്കെ അടിക്കാൻ ഭയങ്കര പാടാണ്. അത് ശ്രദ്ധിച്ച് നമ്മൾ അടിക്കണം. നമ്മൾ ആ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ മുകളിലായിട്ട് കണ്ടോ? അതായത് നമുക്കിത് ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തത് കണ്ടോ? സ്ലിറ്റിൻ്റെ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനൊരു അടയാളം ചെയ്യുക. ആ മുകളിൽ വരെ നമ്മൾ ഈ അടി മേളോട്ട് കൊണ്ടുവരണം കണ്ടോ? അടിച്ച് കണ്ടോ? നമ്മളിങ്ങനെ മടക്കി അടിക്കുന്നത് മേളോട്ട് കൊണ്ടുവരണം കണ്ടോ? ഇത്രയും മേളോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് പ്രഷർ പൊക്കുക, സൂചി താഴ്ത്തി നിർത്തുക. ഇത് മാത്രമായിട്ട് വീഡിയോ ചെയ്തിരുന്നു, സ്ലിറ്റ് അടി മാത്രമായിട്ട്. ശ്രദ്ധിക്കുക, എന്നാലും ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം കണ്ടോ? എന്നിട്ട് നമുക്ക് സൂചി കുത്തി നിർത്തി തുണി തിരിച്ച് പിന്നെ പ്രഷർ താഴ്ത്തിയിട്ട് ഈ ഭാഗത്തെ തുണി ഉള്ളിലോട്ട് മടക്കുക കണ്ടോ? ഇപ്പുറത്തെ വശത്ത് കണ്ടോ? മടക്കി ഇങ്ങോട്ട് അടിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് പിന്നെയും സൂചി കുത്തി നിർത്തുക, പ്രഷർ പൊക്കുക, തുണി തിരിക്കുക കണ്ടോ? തുണി തിരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് താഴോട്ട് സ്ലിറ്റ് അടിച്ചെടുക്കാം കണ്ടോ? മടക്കി കണ്ടോ? ഇനി താഴോട്ട് അടിക്കാം. പ്രഷർ താഴ്ത്തി തയ്ക്കാൻ തുടങ്ങാം കണ്ടോ? അപ്പോൾ താഴോട്ട് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ ഭാഗത്ത് മാത്രം ഇച്ചിരി ശ്രദ്ധിച്ചാൽ മതി സ്ലിറ്റ് അടി. സ്ലിറ്റ് അടിച്ചെടുത്തു. നമ്മൾ സ്ലിറ്റ് അടിച്ചാണ്ടോ? അപ്പോൾ അപ്പുറത്തെ വശത്ത് നമ്മൾ ഞാൻ അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് കണ്ടോ? ഒരു ചുരിദാർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. രണ്ട് ഭാഗത്ത് സ്ലിറ്റ് അടിച്ച് പിന്നെ എല്ലാം കറക്റ്റ് ചെയ്ത് സ്ലിറ്റ് രണ്ട് ഭാഗത്തും അടിച്ച് കണ്ടോ? രണ്ട് ഭാഗത്തും സ്ലിറ്റ് അടിച്ച് ഈ താഴ്വശവും ലെവലൊക്കെ ചെയ്ത് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രസ്സിങ് ആണ്. അതായത് ഇങ്ങനെ വരും, ഇവിടുന്ന് അടിച്ച് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഈ അറ്റത്തൂടെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഇവിടെ മേളിൽ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തി ഇതുപോലെ തിരിച്ച് നമ്മൾ സ്ലിറ്റ് അടിച്ചില്ല അതുപോലെ തന്നെ തിരിച്ച് പ്രഷർ ഒക്കെ തിരിച്ച് ഞാൻ കാണിച്ചു തരാം.
പ്രസ്സിങ്ങാണ്. ഡബിൾ അടി അടിക്കത്തില്ല നമ്മൾ വെച്ചിട്ട് ആ അടിയാണ് കേട്ടോ. ചുറ്റിനും അടിച്ചെടുക്കണം. ഈ പ്രസ്സിങ് ചുരിദാറിന് ചുറ്റിനും അടിച്ചെടുക്കണം കണ്ടോ. മേളിൽ കൊണ്ട് കണ്ടോ സൂചി കുത്തി നിർത്തി പ്രഷർ പൊക്കി കണ്ടോ താഴ്ത്തി കണ്ടോ താഴോട്ട് ആ രീതിയിൽ ചുറ്റിനും ഇങ്ങനെ അടിച്ചെടുക്കണം കണ്ടോ. താഴോട്ട് വന്ന് കണ്ടോ ഞാൻ ചുറ്റിനും കണ്ടോ. അപ്പോൾ ഒരു ചുരിദാർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് കണ്ടോ. സ്ലിറ്റ് രണ്ടാമത് കണ്ടോ പ്രസ് ചെയ്ത് രണ്ടാമതും കൂടെ ഒരു അടി എടുത്തിട്ടുണ്ട്. രണ്ടടി കണ്ടോ ചുറ്റിനും അടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ ചുരിദാറിൻ്റെ തയ്യൽ ഈ ചുരിദാറിൻ്റെ തയ്യൽ ഫിനിഷായി കഴിഞ്ഞിരിക്കുന്നു കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഈ രീതി. ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ ബാഗിക്ക് ഒരു കെട്ടൊക്കെ കൊടുക്കും. അല്ലെങ്കിൽ ഒരുപാട് വൈഡല്ലേ, കഴുത്തിടി വല്ലതും ഇടിഞ്ഞിടിഞ്ഞ് പോവുകയെല്ലാം ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് കെട്ട് പിന്നെ തയ്ച്ചെടുത്ത് വയ്ക്കും കണ്ടോ. ചുരിദാർ തീർന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. See you.